ഹായ് ഹലോ ഇപ്പോൾ സമയം 5:55 രാവിലെ. വാതിൽ തുറന്ന് പുറത്തിറങ്ങിയപ്പം ഒരു കോടമഞ്ഞ് പോലെയൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ രാത്രിയിൽ മഴ പെയ്തതിൻ്റെ ആയിരിക്കും. അങ്ങനെ കിച്ചണിൽ വന്ന് ജനലൊക്കെ തുറന്നിട്ട് കുടിക്കാനുള്ള വെള്ളം ആദ്യം തന്നെ വെച്ചു. ഇനിയിപ്പം ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെയും തൊലിയൊക്കെ കളഞ്ഞെടുക്കണം. ഉച്ചയ്ക്ക് ഇതാണ് തോരൻ വെക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ സവോളയൊക്കെ ഞാൻ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അമ്മ അരിഞ്ഞ് തരും. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് വന്നപ്പോൾ ഞാൻ ആദ്യം തന്നെ ചായ അങ്ങ് എടുത്തു. ഇന്ന് കുറച്ച് നേരത്തെയാണ് ചായ എടുത്തത്. ചായക്ക് വെള്ളം വെച്ചപ്പോൾ ഞാൻ കുടിക്കാനുള്ള വെള്ളം കറണ്ട് അടുപ്പിൽ നിന്നൊന്ന് മാറ്റിയിരുന്നു. അത് തിരിച്ച് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ചായ എല്ലാവർക്കും കൊടുത്ത് ഞാനും തിണ്ണയിൽ വന്നിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് റിലാക്സ്ഡ് ആയിട്ട് കുറച്ച് നേരം ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരുന്നു. ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്മാവാണ്. ഞാൻ ഈ ഉപ്മാവ് ഉണ്ടാക്കുന്ന സമയം കൊണ്ട് അമ്മ ബീട്രൂട്ടും ക്യാരറ്റും സവോളയൊക്കെ അരിയാൻ വേണ്ടി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇഞ്ചി ഞാൻ ആദ്യം തന്നെ കടുക് പൊട്ടിച്ചതിന് ശേഷം ഇട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷമാണ് ഈ സവോള പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ട് വഴറ്റിയെടുക്കണത്. അതിന് ശേഷം ഗോതമ്പിൻ്റെ നുറുക്കാണ് ഉപ്മാവ് ഉണ്ടാക്കുന്നത്. അപ്പം അതും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ചെറിയ തരി ആയതുകൊണ്ട് വെള്ളത്തിലൊന്നും ഇട്ട് വയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് റെഡിയാക്കി എടുക്കുന്ന പോലെ റെഡിയാക്കി എടുക്കാം. അത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് അവിടെ ഇരുന്ന് ആയിക്കോളും. ആ സമയം കൊണ്ട് അരിയിലെ കരട് പെറുക്കി വെച്ചു. ഞാൻ അവിടെ നിന്ന് തിരിച്ച് വന്നപ്പോഴേക്കും ഉപ്മാവ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നെയ്യൊക്കെ ഒഴിച്ചുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഉപ്മാവിന്. അപ്പോഴത്തേനും അമ്മ ഇതെല്ലാം അരിഞ്ഞ് പെറുക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തോരനും കൂടെ രാവിലെ വെച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്കത്തേന് തോരനും മോരുകറിയും ഉണ്ട്. അതുപോലെ തന്നെ മീനും വറുക്കാം. കേതൽ മീനുണ്ട്. അപ്പോൾ അതിന് ഉള്ള മസാല ഞാൻ പുരട്ടി വെക്കുകയാണ്. ഇതിപ്പോൾ വറുക്കുന്നില്ല. ഉച്ചയ്ക്ക് കഴിക്കാനുള്ള സമയമാകുമ്പോൾ വറുത്തെടുത്താൽ മതി. തോരനും ഓൾമോസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. മോരുകറി ഒന്ന് ആവി കയറ്റി വെക്കാമെന്ന് വിചാരിച്ചു. ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. തിളപ്പിക്കുന്നില്ല. ബീട്രൂട്ട് ഒരു പകുതി വേവായപ്പം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ.